ദമ്പതിമാരെയും സുഹൃത്തായ അധ്യാപികയെയും അരുണാചലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം സ്വദേശികളായ ദേവി, ഭർത്താവ് നവീൻ, തിരുവനന്തപുരം സ്വദേശി ആര്യ എന്നിവരാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ആര്യയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ടല്ലോ ഈ സംഭവത്തിൽ. ഇവരുടെ മൃതദേഹം എവിടെ നിന്നാണ് കണ്ടെടുത്തത്? ഇവർ പരസ്പരം എങ്ങനെയാണ് സൗഹൃദം അല്ലെങ്കിൽ പരിചയം? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ഈ സംഭവം. അതായത് കോട്ടയം സ്വദേശികളായ ദേവി, ഭർത്താവ് നവീൻ, തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂൾ അധ്യാപികയും വട്ടിയൂർക്കാവ് സ്വദേശിയുമായിട്ടുള്ള ആര്യ, ഇവർ 3 പേരെയുമാണ് ഈ അരുണാചലിൽ മരിച്ച നിലയിൽ നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വട്ടിയൂർക്കാവ് ചെമ്പക സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായിരുന്നു ആര്യ. അതേ സ്കൂളിൽ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് ജർമ്മൻ അധ്യാപികയായിരുന്നു ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള ദേവി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇക്കഴിഞ്ഞ 27-ാം തീയതി ആര്യയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ ഒരു പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവർ 3 പേരും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഗുവാഹട്ടിയിലേക്ക് പോയതായി കണ്ടെത്തി. അതിന് പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇറ്റാനഗർ പോലീസ് വട്ടിയൂർക്കാവ് പോലീസിനെ ഇവർ 3 പേരെയും ഇറ്റാനഗറിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വിവരം അറിയിക്കുന്നത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നുള്ള വിവരം കൂടി വട്ടിയൂർക്കാവ് പോലീസിന് ഇറ്റാനഗർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവർ റൂമിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുന്നു എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പ്. എന്നാൽ വട്ടിയൂർക്കാവ് പോലീസ് ഇക്കാര്യത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം മുതൽ ഇവർ പോയിരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ, ആ 2 സംസ്ഥാനങ്ങളിലും ഇവർ ബാങ്ക് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ മറ്റ് പണമിടപാടുകളോ ഏതെങ്കിലും ഡിജിറ്റൽ രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഇതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളിലും പോലീസിന് ദുരൂഹതയുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തും. ഇറ്റാനഗർ പോലീസിൽ നിന്ന് കൂടുതൽ വിവരശേഖരണം വട്ടിയൂർക്കാവ് പോലീസ് നടത്തി വരികയാണ്. ഗോകുൽ, ഇക്കാര്യത്തിൽ ഈ ആര്യയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് മാത്രമാണോ പരാതി ഉയർന്നത് ഇത്ര ദിവസമായിട്ടും? നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോട്ടയം സ്വദേശികളായിട്ടുള്ള ദേവി, ഭർത്താവ് നവീൻ, ഇവരെ കാണാതായി എന്നുള്ളൊരു പരാതി കോട്ടയം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടില്ല. കാരണം ഇവർ ഒരു വിനോദയാത്രയ്ക്ക് പോയി എന്നുള്ളതാണ് നിലവിലിപ്പോൾ ബന്ധുക്കളോട് ഇവർ പറഞ്ഞിരുന്ന കാര്യം. അതടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസിനെ സംബന്ധിച്ചിട്ട് ദുരൂഹതയുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗൽ ഇടപാടുകൾ ഇവർക്കുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ നിലവിലിപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഗോകുൽ, ശരി. ദമ്പതികളെയും സുഹൃത്തായ അധ്യാപികയുമാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നു. ഇവർ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്നതടക്കം, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന് ചില സംശയങ്ങളുണ്ടായെന്നതാണ് ഷഫീദ് റാവുത്തർ പങ്കുവച്ച വിവരം.